9 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രഖ്യാപിച്ചു റെയിൽവേ. എന്നാൽ കേരളത്തിന് അമൃത് ഭാരത് സർവീസുകൾ അനുവദിച്ചിട്ടില്ല. നേരത്തെ ബംഗാളിന് 7ഉം തമിഴ്നാടിന് 3ഉം അസമിന് 2ഉം സർവീസുകൾ അനുവദിച്ചിരുന്നു. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സജു, ഇത്തവണയും കേരളത്തിന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഇല്ല അല്ലേ? ഈ 9 ട്രെയിനുകളും മറ്റേതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ്? അനീഷ, ഇപ്പോൾ പ്രധാനമായിട്ടും അമൃത് ഭാരത് സർവീസാണ് ഇന്നിപ്പോൾ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 പുതിയ ട്രെയിൻ സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ പരിഗണിച്ചിട്ടില്ല. ബംഗാളിനോടൊപ്പം തന്നെ അസം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് പുതിയതായിട്ട് ഇപ്പോൾ സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെയും ഇതേ സംസ്ഥാനങ്ങൾക്ക് തന്നെയായിരുന്നു വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഈ 4 സംസ്ഥാനങ്ങളിലാണ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കേരളത്തിന് വലിയ തോതിലുള്ള അവഗണന പല മേഖലകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയതായിട്ടും വീണ്ടും ഒരു അവഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന് അമൃത് ഭാരത് സർവീസ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ബംഗാളിനും അതോടൊപ്പം തന്നെ അസമിനും തമിഴ്നാടിനുമാണ് ഇപ്പോൾ 3 സർവീസുകൾ, അതായത് 9 സർവീസുകളിൽ 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.